Hi friends, all കൂട്ടുകാർക്കും ഷെരീഫ്ക്ട്റിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് ടീച്ചേഴ്സിനും അതുപോലെ സ്റ്റുഡൻസിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ടീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് ഏതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിന് മുന്നേറ്റ് ചെറിയ കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു. കാരണം ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഒരു അറിവ് നിങ്ങളെ മറ്ററിയാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ടീച്ച്മെന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ടീച്ച്മെന്റ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആകും വരും. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറയും. നിങ്ങളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെൻഡ് OTP എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത നമ്പറിലോട്ടൊരു OTP വരും. അതിനുശേഷം ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ മറ്റൊരു പേജ് വരും. ഇതിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാം. നിങ്ങൾ ടീച്ചറാണോ അതുപോലെ സ്റ്റുഡൻ്റ് ആണോ, നിങ്ങൾ ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ടീച്ചർ എന്ന് സെലക്ട് ചെയ്തിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ സ്റ്റുഡൻറ്റ് എന്നതിലോട്ട് സെലക്ട് ചെയ്ത് നിങ്ങളെ നെയിമും അതുപോലെ പ്രൊഫൈൽ പിക്ചറും ആണെങ്കിൽ കൊടുത്ത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂം ID ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ഫീച്ചറുകളൊക്കെ വരുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സിനാണ് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ടീച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ പേര് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം ജസ്റ്റ് ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കൺഫേം എന്നതിലോട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ടീച്ചേഴ്സിന് ഇതുപോലെ ക്രിയേറ്റ് ഫസ്റ്റ് ക്ലാസ് റൂം എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നിങ്ങളൊരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണാൻ പറ്റും ക്ലാസ് റൂം നെയിം എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ ഇപ്പോൾ +2 ഡിഗ്രി PG B.Ed അങ്ങനെ നിങ്ങൾ ഏത് ക്ലാസ്സാണ് എടുക്കുന്നത് ആ ഒരു ക്ലാസ് റൂം നെയിം ഇവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 10th A എന്നിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 10th A എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ കാണാം സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെ സബ്ജക്റ്റ് ഏതാണോ അതിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സബ്ജക്റ്റുകളൊക്കെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇംഗ്ലീഷ് എന്നിവിടെ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ബയോളജി എന്നുകൂടി ഇവിടെ സെലക്ട് ചെയ്യാണ്. ബയോളജി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളിപ്പോൾ ടീച്ചേഴ്സ് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം അതിന് താഴെ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ കാണാം. നിങ്ങളിപ്പോൾ ഒരു ട്യൂഷൻ ക്ലാസ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു സ്കൂളിലുള്ളൊരു ക്ലാസ് പോലെയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹോബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സ്കൂൾ ടൈപ്പ് ക്ലാസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് ക്ലാസ് റൂം എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ ഒരു 10th A എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ക്ലാസ് റൂമിൽ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഒക്കെ ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ അവിടെ സമ്മറി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സമ്മറി എന്നുള്ള ഒരു പേജാണ് ഇവിടെ ഇപ്പോൾ ഓപ്പണായി നിൽക്കുന്നത്. അതുപോലെ ഇവിടെ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതുപോലെ സ്റ്റുഡൻറ്റ്, അതുപോലെ ചാറ്റ്, അതുപോലെ നമുക്കിവിടെ നോട്ടീസ് ബോർഡ്, അസൈൻമെൻറ്റ്, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നതാവും 1 by 1 ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ സമ്മറി എന്ന് പറഞ്ഞൊരു പേജാണ് ഇവിടെ ഓപ്പൺ ആയി നിൽക്കുന്നത്. അപ്പോൾ ഇതിലിവിടെ കാണാം ആദ്യം തന്നെ ക്ലാസ് റൂം ID എന്ന് പറഞ്ഞൊരു ID ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ID ഉപയോഗിച്ചിട്ടാണ് സ്റ്റുഡൻറ്റ് ഈ ഒരു ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യൽ. അപ്പോൾ ഈ ഒരു ID നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ വാട്സപ്പ് വഴി അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമ്മറി എന്ന് പറയുന്ന ഒരു പേജിൽ ഈ ഒരു ക്ലാസ് റൂം ID ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഫീച്ചറുകളുണ്ട്. പക്ഷേ ആ ഒരു ഫീച്ചറുകളൊക്കെ അൺലോക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് റൂമിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റുഡൻറ്റിനെ എങ്കിലും ആഡ് ചെയ്യണം. എന്നാലേ ആണ് മറ്റ് ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമ്മറിയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അറ്റൻഡൻസ്, അതുപോലെ നമുക്ക് ഇവിടെ ഫീ ആഡ് ചെയ്യുക, അതുപോലെ നമുക്ക് ഇവിടെ ടൈം ടേബിൾ ആഡ് ചെയ്യാൻ പറ്റും.
പറ്റും. അതുപോലെ എബൌട്ട് ടീച്ചർ എന്നതിലോട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ടീച്ചറെ കുറിച്ചുള്ള കുറച്ച് എബൌട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതാൻ പറ്റും. അതുപോലെ നമുക്ക് എബൌട്ട് ക്ലാസ് റൂമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസുകളൊക്കെയാണ് ഇതിൽ. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഈ ഒരു അറ്റൻഡൻസ് എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് ഓരോ ദിവസങ്ങൾ ഇവിടെ കാണാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇവിടെ ആഡ് ടൈം ടേബിൾ ടു വ്യൂ അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അപ്പോൾ ആദ്യം തന്നെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അറ്റൻഡൻസ് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കാണിക്കുന്നില്ല കൂടുതലായിട്ട്, നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആഡ് ഫീസ് എന്ന് പറഞ്ഞിട്ട്. ഫീസിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളിപ്പോൾ മന്ത്ലി അല്ലെങ്കിൽ എടുക്കുന്ന ക്ലാസ്സിനൊരു ഫീസ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സെക്ഷനാണിത്. ഓക്കെ, അതുപോലെ ഇവിടെ ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പോൾ ഇതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ദിവസത്തെ ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഒന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഈ പേജിൽ നമുക്ക് ഇവിടെ ഏറ്റവും താഴെ കാണാൻ പറ്റും ഗോ ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലൈവായിട്ട് ക്ലാസ് എടുക്കുക കുട്ടികളെ കണ്ടിട്ട്, അതിനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടെ കാണാൻ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. റെക്കോർഡിങ്സ് അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇവിടെ റെക്കോർഡ് ആവുന്നതാവും. നമ്മൾ ആ ഒരു റെക്കോർഡിംഗ് ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഇത് കുട്ടികൾക്ക് പിന്നീട് വന്നിട്ട് ഇപ്പോൾ ആ ഒരു സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു റെക്കോർഡ് എന്ന ഈ ഒരു ഭാഗത്തായിട്ട് അത് വരുന്നതാവും. അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ടീച്ചേഴ്സിന് ഇപ്പോൾ സ്റ്റുഡൻറ്റിന് ഒരു ക്ലാസ് ടെസ്റ്റ് പോലെയൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ അവിടെ കാണാൻ ക്രിയേറ്റ് ടെസ്റ്റ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ കാണാൻ പറ്റും ചൂസ് ടെസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ MCQ അതുപോലെ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ അതെല്ലാം ടീച്ചേഴ്സിന് എന്തായാലും അറിയാമായിരിക്കും. ഓക്കെ, അതുപോലെ അതിന് താഴെ ഇവിടെ കാണാം ടോപ്പിക്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ നമുക്കിവിടെ ടൈം, ഡേറ്റ് ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക് മാർക്ക് പെർ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസറിന് മാർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും താഴെ ഇവിടെ കാണാൻ പറ്റും പെനാൽറ്റി ഫോർ ഇൻകറക്റ്റഡ് ആൻസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനും നമുക്ക് മാർക്ക് കുറക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിൽ. ഞാൻ ബാക്കിലോട്ട് വരികയാണ്. ഓക്കെ, അതിനുശേഷം നാലാമത്തെ ഫീച്ചർ ഇവിടെ കാണാൻ പറ്റും സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്റ്റുഡൻറ്റ് ഇപ്പോൾ ക്ലാസ്സിലുണ്ട് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അവരുടെ ആ ഒരു പേരും കോൺടാക്ട് നമ്പറൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ അഞ്ചാമത്തെ ഓപ്ഷൻ ഇവിടെ കാണാം ചാറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് സ്റ്റുഡൻറ്റുമായി ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഇപ്പോൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം ആറാമത്തെ ഒരു ഓപ്ഷൻ നോക്കാം. നോട്ടീസ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് നോട്ടീസ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു നോട്ടീസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒന്ന് ക്ലാസ് ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടീസ് നമുക്കറിയാലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു നോട്ടീസ് ബോർഡ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു നോട്ടീസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ആഡ് അറ്റാച്ച്മെൻറ്റ്, എന്തെങ്കിലും ഫയൽ നമുക്ക് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഏഴാമത്തെ ഒരു ഓപ്ഷൻ കാണാം അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ടീച്ചേഴ്സിന് എന്തെങ്കിലും അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റുഡൻറ്റിന് കൊടുക്കാൻ സാധിക്കും. ഇവിടെ ക്രിയേറ്റ് അസൈൻമെൻറ്റ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും ടോപ്പിക്ക്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ഇവിടെ കാണാൻ പറ്റും എന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്, അതുപോലെ സബ്മിറ്റ് ചെയ്യേണ്ട ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്യുക. അതുപോലെ മാർക്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഫയൽ അറ്റാച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ടീച്ചേഴ്സിന്. ഓക്കെ, അപ്പോൾ ഇതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇവിടെ ബാക്കിലോട്ട് വരികയാണ്. ഓക്കെ, അതിനുശേഷം എട്ടാമത്തെ ഒരു ഫീച്ചർ ഇവിടെ കാണാൻ പറ്റും സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ടീച്ചേഴ്സിന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് ഇപ്പോൾ നിങ്ങളെ ഫോണിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചതൊക്കെ PDF ഫയലായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇമേജ് ഫയലായിട്ടൊക്കെ ഇവിടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ലാസ്റ്റ് കാണാം യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞൊരു സെക്ഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയുടെ ലിങ്കൊക്കെ ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് ആ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് സ്റ്റുഡൻറ്റിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇവിടെ നോക്കാം. ഈ ഒരു സമ്മറിയിലോട്ട് തന്നെ ഞാൻ വരികയാണ്. ഇതിൽ നമുക്ക് ഏറ്റവും താഴെ ഇവിടെ കാണാൻ പറ്റും ഗോ ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ് ഞാനിപ്പോൾ. അതിനുശേഷം ക്യാമറ ഒക്കെ ഓപ്പൺ ആയിട്ട് ഇതുപോലെ മറ്റൊരു പേജ് വരും. ഇതിൽ നമുക്ക് ലൈവ് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മളെ ലൈവിൽ ഓരോ സെറ്റിങ്സുകളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്.
അപ്പോൾ ഇതിലൂടെ കാണാം ഇപ്പോൾ നമ്മളെ ക്യാമറ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കുക. ഇവിടെ കാണാം വീഡിയോ ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിലോട്ട് നോക്കി നമുക്ക് വീഡിയോ ഓഫ് ഓൺ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് മൈക്ക് ഓഫ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് റെക്കോർഡ് ഓഫ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ലൈവിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് കാണാം ലാൻഡ്സ്കേപ്പ്, അതുപോലെ പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലൊക്കെ നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാവുന്നതാണ്. ചെരിച്ച് വേണമെങ്കിൽ ചെരിച്ച്, അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഗോ ലൈവിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഗോ ലൈവിലോട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ഇതുപോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷമാണ് ലൈവിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസുകൾ കാണാം. മൈക്ക്, അതുപോലെ നമുക്ക് ഷെയർ, നമുക്ക് ഈ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തതാണ്. വീഡിയോ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കാം, ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കാം. അതുപോലെ നമുക്ക് സ്വിച്ച്, അതുപോലെ നമുക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ ഒരു ഇത് കാണാം. അപ്പോൾ ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിലോട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. അതുപോലെ സ്ക്രീനിൽ തന്നെ നമുക്ക് എൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. അതുപോലെ നമുക്ക് ഈ ഒരു ഓപ്ഷനിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ കാണാം മീഡിയം, അതുപോലെ ലോ. നമുക്ക് നമ്മൾ ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ മ്യൂട്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാവരെയും ടീച്ചേഴ്സിന് എല്ലാവരെയും മ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ഓഡിയോയും ടീച്ചർ പറയുന്നത് മാത്രം കേൾക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ക്ലാസ് റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ആ ഒരു ഫീച്ചർ ഇപ്പോൾ ടീച്ചർ ഓൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു റെക്കോർഡിംഗ് സെക്ഷനിൽ ആ എടുക്കുന്ന വീഡിയോ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ലൈവ് ക്ലാസ് റെക്കോർഡായിട്ട് അവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുന്നതാവും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ക്ലാസ് മിസ്സായാൽ കൂടി അവിടെ പോയി കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ടീച്ചേഴ്സിനും അതുപോലെ സ്റ്റുഡൻസിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന എല്ലാ ഫീച്ചറുകളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.